നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ക്രിപ്റ്റോ കറൻസിയുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കോയിൻ DCX എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ പേഴ്സണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് കോയിൻസ് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ടോട്ടലായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15% മാത്രമേ ഞാൻ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു 10% അല്ലെങ്കിൽ 15% ഞാൻ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കോയിൻസ് ആയ ബിറ്റ്കോയിന്, ഇത്തീരിയം, XRP അങ്ങനെയുള്ള വലിയ സൊളാന ഇങ്ങനെയുള്ള വലിയ കോയിൻസിൽ മാത്രമേ ഞാൻ ചെറിയ SIPകളും അല്ലെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകളും ചെയ്യാറുള്ളൂ. അപ്പൊ ഞാനിപ്പം ബിറ്റ്കോയിന്റെ ചാർട്ട് ഒന്ന് ഞാൻ ഓപ്പൺ ആക്കാം. ഇവിടെ ഞാൻ ബിറ്റ്കോയിന്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാണ്? US ഡോളറിലാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ അപ്പൊ നമുക്ക് ഇവിടെ ബിറ്റ്കോയിന്റെ ചാർട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ 2022 തൊട്ട് 2025 ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വരെയുള്ള ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മന്ത്ലി ടൈം ഫ്രെയിമിലാണ് ഞാൻ ചാർട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബിറ്റ്കോയിന്റെ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ കണക്ട് ചെയ്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ ആണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഈ ഒരു റീജിയണിൽ കണ്ടോ, ഈ ഒരു പോയിന്റിൽ വീണ്ടും ഒരു ഡിപ്പ് ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ഡിപ്പ് ഉണ്ടാക്കാൻ വന്നു. അപ്പൊ ഈ ഒരു ലൈനോട് വന്ന് ചേർന്ന് ആ ഒരു റേഞ്ചിൽ നിന്നാണ് വീണ്ടും മുകളിലേക്ക് പോയത്. വീണ്ടും നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈന് അടുത്തായിട്ട് എത്തിയിരിക്കുന്നു. അപ്പം ഇത് ഓൾ ടൈം ഹൈ എത്രയാണ് പോയത്? 1.25, 1.26, 1,26,000 US ഡോളർ എന്ന് പറഞ്ഞ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 91,000 US ഡോളറിനോട് ചേർന്നാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ഡിപ്പിൽ നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡിപ്പായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഡിപ്പില് ഒരുപക്ഷെ ആ ഒരു ട്രെൻഡ് ലൈനിന്റെ അടുത്ത് ഈ ഒരു സോണിൽ ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്കുള്ള അപ്സൈഡ് മൂവ്മെന്റം കിട്ടിയേക്കാം. ഒരുപക്ഷെ കുറച്ചും കൂടെ താഴോട്ട് വന്നിട്ടായിരിക്കാം. ഏതാണേലും ഇപ്പൊ ഞാനിവിടെ ഒരു ഡിപ്പ് കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ഇത് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര ശതമാനം റിട്ടേൺ ആണ്? അപ്രോക്സിമേറ്റ് 40% റിട്ടേൺ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ 40% റിട്ടേൺ നമുക്ക് ഒരു 1-2 വർഷത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഓക്കെയാണ്. ഇൻ കേസ് നമ്മളിവിടെ ഇങ്ങനെ ഒരു പോയിന്റിൽ നമ്മൾ ലോങ് ടൈം വ്യൂവിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇൻ കേസ് ഇത് താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് ലെവല് നമുക്ക് പ്ലോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്? ഈ ഒരു ലെവല് നിങ്ങൾ തന്നെ നോക്കുക. ഈ ഒരു ലെവല് എന്ത് മനോഹരമായിട്ടുള്ള ഒരു ലെവലാണെന്ന് നോക്കുക. എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ട് വന്നത്. മാർക്കറ്റ് ഡിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിൽ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് വീണ്ടും മുകളിലേക്ക് പോയത്. അപ്പം എന്ത് നല്ല രീതിയിലാണ് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള റേഞ്ച് നമുക്ക് നോക്കാം. ഇതിന് മുമ്പുള്ള ലെവല് ഈ ഒരു പോയിന്റ് എക്സാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് വന്ന മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് എക്സാക്റ്റ് ആ ഒരു പോയിന്റിൽ നിന്നാണ് മൂവ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അപ്പം നമുക്ക് ഇൻ കേസ് ഇത് താഴോട്ടാണ് പോരുന്നെങ്കിൽ നമുക്ക് 74,000 എന്ന സോൺ നമുക്ക് നെക്സ്റ്റ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. അവിടെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ആവറേജിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുമല്ല അത് കഴിഞ്ഞിട്ട് താഴോട്ട് വീണ്ടും പോരുവാണെങ്കിൽ നമുക്ക് 48,000 എന്നുള്ള ലെവല്, 48,000 എന്നുള്ള സോൺ അത് നല്ലൊരു ഡിപ്പായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലെ ഏറ്റവും വലിയ കോയിൻ ആയിട്ടുള്ള ബിറ്റ് കോയിനിൽ നമുക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ക്രിപ്റ്റോ കറൻസി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒരിക്കലും ക്രിപ്റ്റോ കറൻസി ഇനി താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരിക്കലും
ഒരിക്കലും മുകളിലേക്ക് പോകണമെന്നുണ്ടോ? ഇല്ല. ഒരുപക്ഷെ ഇത് താഴോട്ട് വന്ന ഒരുപക്ഷെ ഒരിക്കലും മുകളിലേക്ക് പോരാത്ത സിറ്റുവേഷൻസും ഉണ്ടായേക്കാം. അപ്പൊ നമ്മൾ ഇടുന്ന എമൗണ്ട് വളരെ റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ നല്ല റിട്ടേണും തരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി മാത്രം നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഞാൻ പേഴ്സണലി ഇങ്ങനെയുള്ള ഡിപ്പുകൾ കണ്ടെത്തിയാണ് ലോങ് ടൈമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ബിറ്റ് കോയിനും ബാക്കിയുള്ള കോയിൻസും. അപ്പൊ ഇവിടെ എനിക്കൊരു ഡിപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു സോൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു സോണ് നല്ലൊരു സോൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ മുമ്പോട്ട് പോയി ഇത്തീരിയത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ഈ ടോട്ടലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റോക്കുകളെ അല്ലെങ്കിൽ ETF-കളെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഞാനിവിടെ ഇത്തീരിയത്തിന്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തീരിയം ഇപ്പൊ എത്രയിലാണ് നിൽക്കുന്നത്? 30,040 US$ നിൽക്കുന്നത്. അപ്പൊ USDT-യിലാണ് ഇതിന്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. മന്ത്ലി ടൈം ഫ്രെയിം ആണ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്, കാരണം ലോങ് ടൈമിലാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് നമുക്ക് 3-4 വർഷമായിട്ട് ഇത്തീരിയത്തിനെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റീജിയണിലായിരുന്നു, ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കഴിഞ്ഞ ഇടയ്ക്ക്. അപ്പം ഇനി ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഇപ്പൊ ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത്. ഓൾ ടൈം ഹൈയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ താഴോട്ട് പോരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോൺ എനിക്ക് ഈ ഒരു റീജിയൻ ആണ് തോന്നുന്നത്. ഒരു 2150 2200 എന്നുള്ള സോൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റ്, അതുപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും ആ ഒരു പോയിന്റ് നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സോൺ. അപ്പൊ അതുകൊണ്ട് തന്നെ താഴോട്ട് പോരുന്ന സമയത്ത് ഈ ഒരു റീജിയൻ ഏറ്റവും നല്ല റീജിയൺ ആയി എനിക്ക് തോന്നുന്നു, നല്ലൊരു ഡിപ്പായിട്ട് തോന്നുന്നു. പക്ഷെ ഇപ്പം അതിനേക്കാളും കുറെ മേളിലാണ് ഇപ്പം ഇത്തിരി നിൽക്കുന്നത്. ഇവിടെ വോളിയം ഒക്കെ കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വോളിയം കാണുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനിയും താഴോട്ട് പോന്നേക്കാം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഡിപ്പിലാണെങ്കിലും നമുക്ക് അതിന്റെ റേഞ്ച് ഒന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നാണെങ്കിലും നമ്മൾ റേഞ്ച് മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 64% ആണ് കിടക്കുന്നത്. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നിൽക്കുന്ന ആ റേഞ്ചിൽ നിന്നാണ് 64% കിടക്കുന്നത്. അപ്പം ഓക്കെ, നമുക്ക് ഈ ഒരു സപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള പോയിന്റിൽ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് മുകളിലേക്ക് പോകണമെങ്കിൽ ഓക്കെ, നമ്മൾ ഹാപ്പിയാണ്. അതല്ല താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് മേജർ ആയിട്ടുള്ള ലെവലിൽ വന്നിട്ട് നല്ല എൻട്രീസ് എടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കീ ലെവലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റ് നല്ലൊരു കീ ലെവലായിരുന്നു, 1450 എന്നുള്ള സോൺ. അതിന് താഴെ ഇവിടെ നമുക്ക് 1000 എന്നുള്ള ഈ ഒരു സോൺ, 1000 1050 എന്നുള്ള സോൺ. അപ്പൊ ഇങ്ങനെ മേജർ ആയിട്ടുള്ള സോൺസ് മാത്രം നോട്ട് ചെയ്ത് നമുക്ക് നല്ല എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ എന്താണ്, റിസ്ക് കൂടുതലാണ്, അതുപോലെ തന്നെ റിവാർഡും കൂടുതലാണ്. അപ്പൊ ഞാൻ മേജർ ആയിട്ടുള്ള 1-2 കോയിൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാൻ കാണിച്ചു തന്നത്. ബിറ്റ് കോയിൻ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലിട്ട് വന്നിട്ടുണ്ട്. അപ് ട്രെൻഡിലാണ് ബിറ്റ് കോയിൻ ക്ലിയർ ആയിട്ട് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇത്തീരിയം അപ് ട്രെൻഡിലല്ല, സൈഡ് വേസിലാണ്. അപ്പൊ സൈഡ് വേസിൽ വരുന്ന സമയത്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ഡിപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതിന്റെ നല്ലൊരു മേജർ സപ്പോർട്ട് റീജിയൻ വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ വരെ വെയിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളടത്ത് ചെറിയ ചെറിയ എമൗണ്ടുകൾ മാത്രം എൻട്രി എടുക്കാം. ഇൻ കേസ് ഓക്കെ മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഹാപ്പി, പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടും. അതല്ലാതെ ഔട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പോയിന്റിൽ നമുക്ക് വീണ്ടും മേജർ ആയിട്ടുള്ള എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷനോ അഡ്വൈസോ ഒന്നും അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. അപ്പം ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ ആദ്യമേ കാണിച്ചു തന്നു. ആ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് ഇതൊക്കെ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പം ഓക്കെ, താങ്ക് യു.